ഈ ഒരു ബ്രെയിൻ കണക്ഷൻ എങ്ങനെയാണ് ഗഡുമായിട്ട് വരുന്നത്? സ്ട്രെസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, വിഷമം ആയിക്കോട്ടെ, ഇത് എന്ത് വന്നാലും നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ ഗട്ടിനെ എഫക്റ്റ് ചെയ്യും. സ്ട്രെസ് നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് യോഗ, മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്. രണ്ട്, നല്ല ഉറക്കം കിട്ടണം. ഉറക്കം കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ആ മൈൻഡ് റിലാക്സ്ഡ് ആകും വിധം ഉറക്കം കിട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ടീയോ കോഫിയോ എന്നീ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ നമ്മളെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഒരു പറയുന്നത് ഒരു 8 hours മുമ്പേ ലാസ്റ്റ് കോഫി കുടിക്കാൻ പാടുള്ളൂ. ഒരു ചായ കുടിക്കുന്നില്ല 6 hours ബിഫോർ സ്ലീപ്പ് ചായ കുടിച്ച് കഴിയണം. ഒരു 3 hours മുമ്പെങ്കിലും ഫുഡ് കഴിച്ച് കഴിയണം. 3 hours കഴിഞ്ഞ് മീൻസ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ ഫുഡ് കഴിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടാനും സ്ട്രെസ് ഒഴിവാക്കാനും പിന്നെ നമ്മൾ ബാക്കി യോഗ, മെഡിറ്റേഷൻ വഴിയൊക്കെ പോയി ഒരു നല്ലൊരു ലെവൽ വരെ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു കൗൺസിലിംഗ് തന്നെയൊക്കെ എടുത്ത് സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയിലുള്ള വിഷമോ തെറ്റോ ഇല്ല. അപ്പോൾ അത് അങ്ങനെ വിചാരിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതുവഴി നമുക്ക് ഗട്ട് ഹെൽത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും.